ഹലോ, അസ്സലാമു അലൈക്കും. ഹാപ്പി റമദാൻ. വെൽക്കം ടു സദനാമാസ് ലിറ്റിൽ വേൾഡ്. എല്ലാവർക്കും സുഖമാണോ എന്ന് ഞാൻ തിരക്കുന്നില്ല, ചോദിക്കുന്നില്ല. അതിൻ്റെ അർത്ഥമില്ല എന്നറിയാം. വെറും ഫോർമാലിറ്റി ആയി പോകും അത്തരം ചോദ്യങ്ങൾക്ക്. നമ്മൾ അത്തരം ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് പോകുന്നതെന്നുള്ള നല്ല ബോധ്യമുണ്ട്. ഒരു വീഡിയോ പോലും ചെയ്യാനുള്ള മാനസികാവസ്ഥ സത്യം പറഞ്ഞാലില്ല കേട്ടോ. പിന്നെ റമദാൻ പെട്ടെന്നങ്ങ് പോയതുപോലെ തോന്നുന്നു. വല്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടി ഈ വർഷത്തെ റമദാനും കടന്നു പോകുന്നു. അപ്പോഴൊരു വിഷമം തോന്നുന്നു. ഞാൻ റമദാനിൽ അധികം വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിന് മുന്നേ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരെണ്ണം കൂടി ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങോട്ട് ഒന്നിനും മനസ്സങ്ങോട്ട് നീങ്ങുന്നില്ല. എന്താ നമ്മുടെ ഈ പുണ്യമാസത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മുടെ നാടിൻ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹാവിപത്തിന് അല്പമെങ്കിലും ഒരു ആശ്വാസം കിട്ടാൻ നമുക്ക് എല്ലാവർക്കും മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കാം. ഇന്ന് റമദാൻ 24. ഞാൻ നിങ്ങൾക്കായിട്ട് ഇന്നത്തെ ദിവസം ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്നാക്ക് ഐറ്റമാണ്. ഈ ഐറ്റം പല നാടുകളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഞാൻ അതിൻ്റെ പ്രോസസ്സിങ് ടൈമിൽ അതിൻ്റെ പേര് ലാസ്റ്റ് എന്താണെന്നുള്ളത്, നമ്മുടെ നാട്ടിൽ പറയുന്നത് എന്താണെന്നുള്ളത് പറയാം. അതിലേക്ക് ആവശ്യമായ കുറച്ച് ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഒന്ന് ആദ്യം നിങ്ങൾക്ക് ഞാൻ കാണിക്കുകയാണ്. കുറച്ച് മൈദ, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ബാക്കി ഇൻഗ്രീഡിയൻസ് എൻ്റെ പ്രോസസ്സിങ് ടൈമിൽ കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും നാളെ നമ്മുടെ നല്ലൊരു നാളേക്ക് വേണ്ടിയും നമ്മുടെ നാടിൻ്റെ നല്ലൊരു നാളേക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുക്കിംഗ് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് കടക്കാം. ആ സ്നാക്കിലേക്ക് ആവശ്യമായ ഞാൻ ഒരു 4 സവാള എടുത്തത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ തന്നെ ഞാൻ പെരുംജീരകം, പട്ട, ഗ്രാമ്പു എല്ലാം കൂടി അരച്ച് ചേർത്തിട്ടുണ്ട്. ഒരുമിച്ച് തന്നെ അത് ചേർത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ മറ്റ് ഐറ്റംസ് നമുക്ക് പ്രോസസ്സിംഗ് ടൈമിൽ കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്നാക്കിന്റെ പല നാടുകളിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ ഡിഷിന്റെ കുക്കിംഗ് പ്രോസസ്സിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് കൊത്തി അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും വെളിച്ചെണ്ണയിലിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കുറച്ച് സിമ്മിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടിലേക്ക് ആവശ്യമുള്ള ഉള്ളി ഏകദേശം വഴന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് എടുത്തു വെച്ചിരുന്ന ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിൽ കൂടെ തന്നെ ഞാൻ ഗരം മസാല, പെരുംജീരകം, പട്ട, ഗ്രാമ്പു എല്ലാം പൊടിച്ച് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് ഗരം മസാല പൗഡർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ അതിൻ്റെ കൂടെ ഒരുമിച്ച് അതിനെ പൊടിച്ച് ചേർത്തത് കൊണ്ട് ഈ സമയത്ത് ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഈ മിക്സിനെ നല്ലതുപോലെ കൂട്ടി യോജിപ്പിക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് ഈ കൂട്ടിലേക്ക് ആവശ്യമുള്ള, നമ്മുടെ ഈ സ്നാക്കിലേക്ക് ആവശ്യമുള്ള ബാറ്റർ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ടെക്സ്ചറിലായിരിക്കണം. മൈദ, ഉപ്പ്, സ്വല്പം തേങ്ങാപ്പാൽ, കുറച്ച് ആവശ്യത്തിന് സോഡാപ്പൊടി. ഇത് നമുക്ക് ദോശ ചുടുന്നത് പോലെ ഒരു പാനിലേക്ക് ഒഴിച്ച് ചുറ്റിച്ച് നമ്മുടെ പാലാടയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ സെയിം സ്ട്രക്ചർ തന്നെ കേട്ടോ. പക്ഷേ പാലാടയുടെ അത്രയും നമ്മൾ മുട്ട ചേർക്കുന്നില്ലെന്നേ ഉള്ളൂ. ചുറ്റിച്ചെടുക്കുക. ഈ രീതിയിലാണ് നമ്മൾക്കിതിലേക്ക് ആവശ്യമുള്ള നമ്മുടെ ഈ ദോശക്കൂട്ട് പോലെയുള്ള മൈദയുടെ ഈ സംഭവം നമ്മൾ ചുട്ടെടുക്കേണ്ടത്. കണ്ടോ,
നമ്മളെ പാലാടയൊക്കെ ഞാൻ മുമ്പൊരു അതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പാലാടയുടെ. അതിൻ്റെ സെയിം ടെക്സ്ചർ തന്നെ. അതുപോലെ നമുക്കൊരു 6 എണ്ണം ഇതുപോലെ ചുട്ടെടുക്കാം. ചുട്ടെടുക്കുന്ന സമയത്ത് കുറച്ച് നെയ്യ് കൂടി പുരട്ടി കൊടുക്കുക. ഇതുപോലെ നമുക്ക് 6 എണ്ണം ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുക്കുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഈ സ്നാക്കിലേക്ക് ആവശ്യമുള്ള കണ്ടോ, ഞാൻ 7 എണ്ണം ചുട്ടെടുത്തു കേട്ടോ. ഒരെണ്ണത്തിനും കൂടിയുള്ള ബാറ്റർ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഞാൻ 7 എണ്ണം ചുട്ടെടുത്തു. ഇതേപോലെ ആയിരിക്കണം. ഇതിന് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ആ മസാലക്കൂട്ടിനെ റെഡിയാക്കാം. മസാലക്കൂട്ടിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി അത്രയും വേണ്ട കേട്ടോ, കുറച്ച് മതി. കുരുമുളക് ഇത്രയും കൂട്ടിയിടുക. ആവശ്യത്തിന് ഒരു സ്പൂണിൽ അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇതിനെ ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം ഇതിൽ നിന്നും നേർപകുതി, ഈ ഉള്ളിയുടെ കൂട്ടിൽ നിന്ന് നേർപകുതി നമുക്ക് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ട് അതിന് നമുക്ക് മുട്ട മിക്സ് ചെയ്യണം. ഈ നേർപകുതിയിൽ ചിക്കൻ മിക്സ് ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുരുമുളകും ഉപ്പും മഞ്ഞളും ചേർത്ത് വെച്ചിരുന്ന ചിക്കൻ നല്ലതുപോലെ ക്രഷ് ചെയ്തതാണ്. അത് ഈ ഉള്ളിയുടെ പകുതി ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ചേർക്കുക. നല്ലതുപോലെ ഇതിനെ യോജിപ്പിച്ചെടുക്കുക. ഈ ടൈമിൽ ഉപ്പ് എരിവ് എല്ലാം ഉണ്ടോയെന്ന് കറക്റ്റ് നോക്കുക. സ്വല്പം വെള്ളം വേണമെങ്കിൽ ഈ സമയം നമുക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് നല്ലതുപോലെ വേവിച്ച് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഡ്രൈ ആയിരിക്കണം. മറ്റേ ഉള്ളിയുടെ പകുതി നേർപകുതിയെ മാറ്റിയില്ലേ, അതിലേക്ക് നമുക്ക് 3 മുട്ട ചേർക്കാം. മുട്ടയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 3 എന്നുള്ളത് 4 മുട്ടയായാലും കുഴപ്പമില്ല. ഇതിന് നല്ലതുപോലെ ചിക്കി ഡ്രൈ ആക്കി എടുക്കണം. മസാലയുടെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യാം. ഇത് വേണമെങ്കിലുണ്ടല്ലോ ഒരുമിച്ച് തന്നെ വേണമെങ്കിൽ മിക്സ് ചെയ്യാം. നമുക്ക് ആ ചിക്കൻ്റെ കൂട്ടിൽ കൂടി തന്നെ ഈ മുട്ടയുടെ കൂട്ടും വേണമെങ്കിൽ മിക്സ് ചെയ്യാം. ഞാൻ പിന്നെ രണ്ടും കൂടി സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരു ഫില്ലിങ്ങിനായിട്ട് സെപ്പറേറ്റ് ഫില്ലിങ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനെ ഡ്രൈ ആക്കി എടുക്കുക. കുറഞ്ഞ സിമ്മിലിട്ട് ഡ്രൈ ആക്കി എടുക്കുക. കുറച്ച് മല്ലിയില കൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഈ ടൈമിൽ ഇട്ട് കൊടുക്കണം. 2 കൂട്ടിലും കേട്ടോ, നമ്മുടെ ചിക്കൻ്റെ കൂട്ടിലും നമ്മുടെ മുട്ടയുടെ കൂട്ടിലും. ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടി കുഞ്ഞാക്കി. കറിവേപ്പിലയുടെ ഫ്ലേവർ മസ്റ്റാണ്. ഇതൊരു നാടൻ ഡിഷാണ്. അപ്പം അതുകൊണ്ട് കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവർ മസ്റ്റാണ്. 2 കൂട്ടിലും ഇട്ട് കൊടുക്കുക. ഫില്ലിങ്ങിലേക്ക് ആവശ്യമുള്ള ചിക്കൻ്റെ കൂട്ട് മുട്ടയുടെ കൂട്ട് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഒരുപാട് മസാലയൊന്നും വേണ്ട കേട്ടോ, ഇങ്ങനെ ഇരുന്നാൽ മതി. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് കടക്കാം. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2-3 മുട്ട, തോടൂടെ വേണം, 3 മുട്ട അതിലേക്ക് അടിച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഈ മുട്ടയുടെ അളവ് വേണമെങ്കിൽ 2 എണ്ണം കൂടെ കൂട്ടിയാലും കുഴപ്പമില്ല. ഈ സമയം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഈ ബാറ്ററിലേക്കുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്യണം കേട്ടോ. ഇത് ലാസ്റ്റ് പ്രോസസ്സിങ്ങിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. ഒരു പാൻ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മിൽമയുടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. ഇത് നല്ലതുപോലെ ചൂടായതിനു ശേഷം, നല്ലതുപോലെ പാൻ ചൂടായി ഈ നെയ്യും ചൂടായതിനു ശേഷം ഫ്ലെയിം സ്റ്റോപ്പ് ചെയ്തിടുക. ആ ടൈമിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന നമ്മുടെ ചുട്ടു വെച്ചിരുന്ന പാലാടയില്ലേ, അതൊന്ന് നമ്മുടെ ഈ മുട്ടയുടെയും കുരുമുളകും മുട്ടയും കൂടെ ചേർത്ത കൂട്ടിൽ ഒന്ന് ടിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക്
ഇട്ട് കൊടുക്കുക. രണ്ടെണ്ണം താഴ്ഭാഗത്ത് രണ്ടെണ്ണം ഇടണം കേട്ടോ. കാരണമേ ചിലപ്പോഴത് പൊട്ടിപ്പോയാലോ എന്ന് വെച്ചിട്ടാണ് നമ്മളൊരു കംഫർട്ടിനായിട്ട് 2 പാലാടല്ല ഈ കൂട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ്റെ കൂട്ട്, ആദ്യത്തെ ലെയറിൽ ചിക്കൻ്റെ കൂട്ട് ഇടുക. അതുപോലെ ഓരോ നമ്മുടെ കൂട്ടിനെയും മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് ഇനി അടുത്ത് നമുക്ക് ഈ മുട്ടയുടെ കൂട്ട് ചേർക്കുക. ആദ്യത്തേൽ നമ്മൾ ചിക്കൻ്റെ കൂട്ട് ചേർത്തു, ഇതിൽ നമ്മൾ മുട്ടയുടെ കൂട്ട് ചേർക്കുക. ഈ സമയം നമ്മൾ ഓർക്കുക, എപ്പോഴും ഫ്ലെയിം മാക്സിമം കുറച്ച് വെച്ചിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ താഴെയുള്ള ഭാഗം പെട്ടെന്നങ്ങ് കുക്കായി പോകും. ഇതേപോലെ 1 by 1 by ആയിട്ട് നമ്മൾ എടുത്തു വെച്ച എല്ലാ ദോശയുടെ പോലുള്ള ഈ ബാറ്റർ, ഈ കൂട്ട് ഇതിലേക്ക് വെച്ചിട്ട് 1 by 1 by ആയിട്ട് ഇങ്ങനെ ഓരോന്നിലും ഷഫിൾ ചെയ്ത് ചേർക്കുക. ഒന്നിൽ മുട്ട, ഒന്നിൽ ചിക്കൻ. ബാക്കി വന്ന നമുക്ക് ആ മുട്ടയുടെ കൂട്ടിനെ ഇതിന്റെ സൈഡിൽ ഇങ്ങനെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് കുറച്ച് ടൈം ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം. ഒരു 10 മിനിറ്റ് ഏകദേശം, 10 ഒരു 5-6 മിനിറ്റ് ഏകദേശം ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഒരു 5-6 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്കാക്കിയതാണ്. അതിനുശേഷം ഒരു 4-5 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നു. കണ്ടോ, ഇതിൻ്റെ അരികെല്ലാം ഇത് വെച്ച് ശരിയാവില്ല കേട്ടോ. ചെറിയ സ്പൂൺ വെച്ച് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, എല്ലാം ഇളകി വരുന്നുണ്ട്. എന്നുവെച്ചാൽ ഇതെല്ലാം നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത സംഭവങ്ങളാണ്. പാലാട കുക്ക് ചെയ്തതാണ്, അതിൻ്റെ അകത്തുള്ള കൂട്ട് കുക്ക് ചെയ്തതാണ്. ഇതിന് ഇനി നമുക്ക് തിരിച്ചിട്ട് കൂടി ഇതേ ടൈമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സംഭവത്തിനെ നമ്മൾ വിജയകരമായി കമിഴ്ത്തി ഈ സംഭവത്തിനെ ഇനി അതുപോലെ ഹൈ ഫ്ലെയിമിൽ ഒരു ഏകദേശം ഒരു 3-4 മിനിറ്റ് മതി കേട്ടോ. കുറച്ച് നെയ്യ് ഈ സമയത്ത് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കണം. ഓപ്ഷണലാണ്, ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ, പിന്നെ ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കുക്കാക്കുമ്പോൾ നമ്മുടെ ഈസി, ഹെൽത്തി, ടേസ്റ്റി സ്നാക്ക് റെഡി. അപ്പോൾ നമ്മുടെ നാട്ടിൽ അതിശയപ്പത്തിരി ഇതിനറിയപ്പെടുന്നത്, നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന പേര് അതിശയപ്പത്തിരി എന്നാണ്. അതിശയപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഉണ്ടാ ടെക്സ്ചറിൽ കറക്റ്റ് ഇതിൽ വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് കട്ടാക്കാം, പീസ് ആക്കാം. ഓക്കെ, സംഭവം കണ്ടോ, ഓരോ ലെയറായിട്ട് എല്ലാം നല്ലതുപോലെ കുക്കായിട്ടുണ്ട് കേട്ടോ. വളരെ ഹെൽത്തിയാണ്. നമ്മൾ ഈ ഒരു പീസ് കഴിച്ച് നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ഹെൽത്തി ഡ്രിങ്കും കൂടി കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് നമ്മളൊരു പകുതി ക്ഷീണവും വിശപ്പും മാറിയിരിക്കും. കുറച്ച് ഇഡലി കൂടി അവിക്കുന്നുണ്ട്. ഇഡലി, സാമ്പാർ, ചിക്കൻ ഫ്രൈ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാം കൂടെ നിങ്ങൾക്ക് ഞാൻ ഒരു കോമ്പിനേഷൻ രീതിയിൽ ഫുഡിനെ കോമ്പിനേറ്റ് ചെയ്ത് ഒന്ന് കാണിച്ചു തരാം ലാസ്റ്റ്.
അസ്സലാമലൈക്കും. ഇന്ന് നോമ്പ് 24. ഇന്നത്തെ നോമ്പ് തറയാണ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കുന്നത്. അതിൽ മെയിൻ ഐറ്റമാണ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ ഉദ്ദേശിച്ച മെയിൻ ഐറ്റം ഞാൻ നേരത്തെ കാണിച്ചു. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന നമ്മുടെ അവർ ഓൺ അതിശയ പത്തിരി. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നതെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഇതാണ് ഞാൻ നിങ്ങൾക്ക് മെയിനായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പിന്നെ ആ കൂട്ടത്തിൽ ഇന്നത്തെ നോമ്പ് തുറയുടെ മോന് മാത്രമേ നോമ്പുള്ളൂ ഞാൻ പറഞ്ഞല്ലോ, അവന് വേണ്ടിയിട്ട് മാത്രം തയ്യാറാക്കിയ ഒരു കുഞ്ഞു നോമ്പ് തുറയാണ്. അത് ഞാൻ മുൻപൈയായിട്ടൊന്ന് പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ചെമ്പല്ലി മീൻ ഫ്രൈ ചെയ്തതാണ്. പിന്നെ നാടൻ മുളക് ചതച്ച ചമ്മന്തി, കുറച്ച് കപ്പ പുഴുങ്ങിയത്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് അത് നമുക്ക് ഇത്തിരി ഗ്രേവി ടൈപ്പ് ആവുന്നതിന് ലാസ്റ്റ് നമ്മൾ കുറച്ച് സവാള, തക്കാളി, പച്ചമുളക് എല്ലാം കൂടി ഒന്ന് വഴറ്റി അതിൻ്റെ പുറത്തിട്ട ആ ചിക്കൻ ഫ്രൈ ആണത്. അതിൻ്റെ കൂടെ ഇനി നമുക്ക് അടുത്തത് സാമ്പാറും ഇഡലിയും. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇഡലി, സാമ്പാർ, ചിക്കൻ ഫ്രൈ, ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ സ്ഥിരം എല്ലാ വർഷവും നോമ്പിനും നമ്മളെ വീട്ടിൽ ഒഴിച്ചുകൂടാത്ത ഒരു ഐറ്റമാണിത്. എല്ലാ വെജിറ്റബിൾസും ഇതിലിപ്പോൾ കുറവാണ്. ഇതിൽ വെണ്ടയ്ക്ക കാണും, കോളിഫ്ലവർ കാണും, എല്ലാം കൂടി ഒന്നും ചേർക്കില്ല. ബോയിൽ ചെയ്തെടുക്കുന്ന, കുറച്ച് കുരുമുളകും കൂടി ഇട്ട് ഉപ്പും ഇട്ട് ബോയിൽ ചെയ്തെടുക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഡ്രിങ്ക് എന്ന് പറയുന്നത് മുസാമ്പിയുടെ ജ്യൂസാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഇന്നത്തെ ഒരു കുഞ്ഞു നോമ്പ് തറയുടെ കുറച്ച് ഐറ്റംസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയത്. എല്ലാം നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു, ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല ഒരു റമദാൻ ആശംസിക്കുന്നു. റമദാൻ നമ്മെ വിട്ടുപോകാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിൽ തട്ടി, ഹൃദയത്തിൽ തട്ടി ഹാപ്പി റമദാൻ പറയുന്നു. അതുപോലെ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ഏതാണെന്നറിയില്ല, നമുക്ക് കാണാം. അപ്പം ലോക്ക്ഡൌൺ ടൈമിലേക്ക് നമ്മൾ പോവുകയാണ്. വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം നല്ല വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും ഹാപ്പി റമദാൻ പറയുന്നു. അസ്സലാമു അലൈക്കും, നമസ്കാരം.